വോട്ടർ അധികാര യാത്ര നടക്കുകയാണ്. വോട്ടർ അധികാര യാത്രയുടെ ഏറ്റവും സ്വീകാര്യത നമ്മൾ കാണുന്ന എവിടെയാണ്? അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കണ്ടൻറ്റ്, രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾക്ക് വലിയ തോതിലുള്ള ട്രാക്ഷനാണ്. വേറെ ഒരാളുടെയും, ഏതെങ്കിലും സിനിമാ നടൻ്റെയോ, ഇന്ത്യയിലെ ഏതെങ്കിലും സിനിമാ നടൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെയോ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെയോ കണ്ടൻറ്റുകൾക്കല്ല ഇന്ന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള കണ്ടൻറ്റ് രാഹുൽ ഗാന്ധിയുടെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതിന് തൊട്ട് മുമ്പും വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനപ്പുറമാണ് ഈ വോട്ടർ അധികാര യാത്രയുടെ കണ്ടൻറ്റിന് കിട്ടുന്ന സ്വീകാര്യത. ഈ കഴിഞ്ഞ കാലയളവിൽ രാഹുൽ ഗാന്ധി മോദിയെ കവച്ചു വെച്ചിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൽ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തെ ഏറ്റവും യങ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തോട് പ്രതികരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുപയോഗിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ മോദിക്കാണ് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് എന്ന് പറയും. ലോകത്ത് തന്നെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനായിരുന്നു രാഷ്ട്രത്തലവനായിരുന്നു മോദി. പിന്നീട് പറഞ്ഞു ആ ഫോളോവേഴ്സ് പകുതിയും ബോട്ടുകളാണ്. അത് ട്വിറ്റർ തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ അതിൽ പകുതിയും ബോട്ടുകളാണെന്ന്. ആ മോദിക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. മോദി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും. അപ്പോൾ അത് ഉള്ള ആളുകളാണോ ഇനി ബോട്ടുകളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ കണ്ടന്റിന് ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. മോദി ഇടുന്നൊരു ട്വീറ്റിനോ മോദിയുടെ ഒരു വീഡിയോയ്ക്കോ മോദിയുടെ റീലിനോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, മോദി വളരെ ഔപചാരികമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടായ പുട്ടിനെയോ ഫ്രണ്ടായ ട്രംപിനെയോ സന്ദർശിച്ചു, ഇങ്ങനെയുള്ള വളരെ ഔപചാരികമായ ട്വീറ്റുകളോ കണ്ടന്റുകളാണോ ഉള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല, കുറേ കൂടി ഇമോഷണലാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു, രാജ്യത്തെ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു, വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർന്ന് അപ്പോൾ ഇമോഷണലായ കാര്യങ്ങൾക്ക് കൂടുതൽ എന്താണ് ആളുകൾ കാണും എന്നുള്ളതും ശരിയാണ്. പക്ഷേ അത് അങ്ങനെ കാണും, അങ്ങനെ വ്യൂവേഴ്സ് കിട്ടും എന്നോടൊപ്പം തന്നെ ഫോളോവേഴ്സും കൂടുകയാണ്. അതിനർത്ഥം രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾക്ക് സാമാന്യ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് വോട്ടർ അധികാര യാത്ര തുടങ്ങി, അത് ജനങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ അതിനോട് പ്രതികരിച്ച് തുടങ്ങിയ ശേഷമാണ് ഈ സർവേ പുറത്തു വന്നത്. വോട്ടർ അധികാര യാത്രയുടെ ഒരു പോക്ക് കാണുന്ന ഒരു സാധാരണ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യർ, പത്രവായനക്കാരന് മനസ്സിലാവും ഇത് ജനങ്ങളിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും അതനുസരിച്ചായിരിക്കും സർവേ ഉണ്ടാവുക. അങ്ങനെ ഒരു കണ്ടീഷൻഡ് സർവേയാണ് ഈ പുറത്തു നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറം സാമൂഹിക മാധ്യമങ്ങളിലെ ഈ ഒരു ട്രാഫിക് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുമ്പ് 2019 മുമ്പുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി അല്ല, 2019 ശേഷവും 2024, പ്രത്യേകിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അദ്ദേഹത്തിന് വലിയ തോതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് തെളിവാണ് ഇപ്പോൾ ഈ വോട്ട് ചോരിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം ഉണ്ടല്ലോ, വളരെ മഹാദേവപുരയിലെ കണക്കുകൾ വെച്ച്. ആ വാർത്താ സമ്മേളനത്തിൻ്റെ ക്ലിപ്പുകൾ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് നിറയാൻ തുടങ്ങിയ ഒരു സമയത്ത് ANI അമിത്ഷായുമായി ഒരു ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ ANI എഡിറ്റർ സ്മിത പ്രകാശാണ് ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അമിത്ഷാ പറഞ്ഞ മറുപടി, അത് പ്രോഗ്രാം മാനേജ്മെൻറ്റാണ്. അത് അവരൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ്, ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കുന്നതാണ്. ഞങ്ങൾ ജനങ്ങളോട് നേരിട്ടാണ് സംസാരിക്കുന്നത്, അതിനൊപ്പം എത്താൻ അവർക്ക് കഴിയില്ല. ഇതേ അമിത്ഷാ മുമ്പ് ജയ്പൂരിൽ 2019 മുമ്പാണ് ജയ്പൂരിൽ നടത്തിയ BJP പ്രവർത്തകരുടെ ഒരു ഡിജിറ്റൽ മീറ്റുണ്ട്. ഡിജിറ്റൽ ഈ IT സെൽ ആളുകൾക്ക് വേണ്ടി നടത്തിയൊരു മീറ്റിൽ പ്രസംഗം പിന്നീട് വൈറലായിരുന്നു. അതായത് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്: മുലായം സിംഗ് യാദവിനെ അഖിലേഷ് യാദവ് തല്ലി എന്നൊരു വിവരം നമ്മൾ ഒരു ഗ്രൂപ്പിലിട്ട് കൊടുത്തു. നിമിഷങ്ങൾ കൊണ്ട് അത് രാജ്യം മുഴുവൻ നിറഞ്ഞു. ആളുകൾ വിശ്വസിച്ചു, അഖിലേഷ് യാദവ് അച്ഛൻ മുലായം സിംഗിനെ തല്ലി എന്ന വിവരം വിശ്വസിച്ചു. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നൊരു പാർട്ടിയാണ് നമ്മൾ എന്ന് പറഞ്ഞ അമിത്ഷായാണ് പറയുന്നത്. എന്ത് പറയുന്നത്? കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രതീതി സൃഷ്ടിക്കുകയാണ്, പ്രോഗ്രാം മാനേജ്. അപ്പോൾ കണക്കായിപ്പോയി. അതാണ്, അതായത് അമിത്ഷാ പറയുന്നത് അവരാണ് ഈ പ്രതീതി സൃഷ്ടിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകി പ്രതീതി സൃഷ്ടിക്കുകയാണെങ്കിൽ ഇവരും ആ പണി എടുക്കുകയാണ്. തെറ്റോ ശരിയെന്നുള്ള മറ്റൊരു കാര്യം, ആളുകളിലേക്ക് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ അവർ കഴിയുന്നു. അത് അമിത്ഷാ അംഗീകരിക്കുകയാണ്. അതിനർത്ഥം ഈ പോപ്പുലാരിറ്റി റൈസ് അത് BJP അക്നോളജ് ചെയ്യുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ ഇന്ത്യ ടുഡേ സർവേ കാണുന്നത്.